ഹായ് മക്കളെ, ആശാസ് ലേണിങ്ങിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാലം എന്താണെന്ന് പഠിച്ചു, വർത്തമാനകാലം പഠിച്ചു, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭൂതകാലം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഭൂതകാലം ഉണ്ടാക്കുന്നത് എന്നെല്ലാം നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂതകാലത്തിൻ്റെ 6 ഭേദങ്ങളാണ്. ഓക്കെ, ഭൂതകാലത്തിൻ്റെ 6 ഭേദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 സാമാന്യ ഭൂതകാൽ, 2 ആസന്ന ഭൂതകാൽ, 3 പൂർണ്ണ ഭൂതകാൽ, 4 സംയുക്ത ഭൂതകാൽ, 5 അപൂർണ ഭൂതകാൽ, 6 ഹേതുമത് ഭൂതകാൽ. ഇങ്ങനെ 6 ഭൂതകാലങ്ങളാണ് ഉള്ളത്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സാമാന്യ ഭൂതകാലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സാമാന്യ ഭൂതകാലം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഭൂതകാലം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കഴിഞ്ഞതാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ പ്രവൃത്തിയാണ് നമ്മൾ ഭൂതകാലം എന്ന് പറയുന്നത്. സാമാന്യ ഭൂതകാലം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എപ്പോൾ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകില്ല. അതായത് കഴിഞ്ഞ പ്രവൃത്തിയാണ്, പക്ഷെ എപ്പോഴാണ് പ്രവൃത്തി കഴിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകാത്തതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാമാന്യ ഭൂതകാലം എന്ന് പറയുന്നത്. നമുക്ക് സാമാന്യ ഭൂതകാലം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സാമാന്യ ഭൂതകാലത്തിന് 4 രൂപങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സാമാന്യ ഭൂതകാല രൂപം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ 4 രൂപങ്ങൾ നമുക്ക് എഴുതാം. അതായത് ലിംഗവചനങ്ങൾക്കനുസരിച്ചാണല്ലോ എപ്പോഴും ക്രിയയിൽ മാറ്റം വരുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. 1 പുല്ലിംഗം ഏകവചൻ, പുല്ലിംഗ ഏകവചൻ, പുല്ലിംഗ ബഹുവചൻ, അതുപോലെ തന്നെ സ്ത്രീലിംഗ ഏകവചൻ, സ്ത്രീലിംഗ ഏകവചൻ, സ്ത്രീലിംഗ ബഹുവചൻ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ക്രിയയിൽ മാറ്റം വരുന്നത്. അതായത് സാമാന്യ ഭൂതകാല രൂപത്തിന് 4 രൂപങ്ങളുണ്ട്. പുല്ലിംഗ ഏകവചൻ, പുല്ലിംഗ ബഹുവചൻ, സ്ത്രീലിംഗ ഏകവചൻ, സ്ത്രീലിംഗ ബഹുവചൻ. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ക്രിയാധാതുവിനോടൊപ്പം, ക്രിയാധാതു ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ എത്രയോ ക്രിയകൾ പഠിച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാം രൂപം കളഞ്ഞ് കിട്ടുന്നതാണ് ഇത് ക്രിയാധാതു എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ക്രിയകൾ എഴുതി നോക്കാം. സോന. ഓക്കെ, അതേപോലെ ബൈഠന, बैठना, उठना, दौड़ना, चलना. ഇതൊക്കെ എന്താണ്? ക്രിയകളാണ്. ഈ ക്രിയകളുടെ അവസാനത്തെ രൂപം കളയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്രിയാധാതു കിട്ടുന്നത്. നമുക്ക് നോക്കാം. സോ, ബൈറ്റ്, വുഡ്, ദൗഡ്, ചൽ. ഇതൊക്കെ എന്താണ്? ക്രിയാധാതുക്കളാണ്. അപ്പോൾ നമുക്ക് ഈ ക്രിയാധാതുക്കളെല്ലാം എങ്ങനെ സാമാന്യ ഭൂതകാല രൂപത്തിലേക്ക് മാറ്റാമെന്ന് നോക്കാം. അതായത് നമുക്ക് ലിംഗവചനത്തിനനുസരിച്ചായിരിക്കും എന്ത് മാറ്റം വരുന്നത്? ക്രിയാധാതുവിൽ മാറ്റം വരുന്നത്. നമുക്കിത് പുല്ലിംഗ ഏകവചനാണെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ഓരോന്നിൻ്റെയും രൂപം നമുക്ക് നോക്കാം. അതായത് സാമാന്യ ഭൂതകാലത്തിലേക്ക് മാറ്റുമ്പോൾ പുല്ലിംഗ ഏകവചനത്തിനനുസരിച്ച്, പുല്ലിംഗ ബഹുവചനത്തിനനുസരിച്ച്, സ്ത്രീലിംഗ ഏകവചനം, സ്ത്രീലിംഗ ബഹുവചനത്തിനനുസരിച്ച് എന്താണ് മാറ്റം വരുന്നത്? നമുക്ക് ആ രൂപങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. ആ എന്നുള്ള രൂപത്തിൻ്റെ ശബ്ദം ഏതാണ്? ആ. അടുത്തത് എ. അടുത്തതോ ഈ. അടുത്തത് ഈ. അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അതായത് ഇത് പുല്ലിംഗ ഏകവചനം, പുല്ലിംഗ ബഹുവചനം, സ്ത്രീലിംഗ ഏകവചനം, സ്ത്രീലിംഗ ബഹുവചനം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്കിവിടെ എന്ത് വരും നോക്കാം. സോ എന്നുള്ളത് പുല്ലിംഗ ഏകവചനത്തിൽ നമുക്ക് എങ്ങനെ വരും? സോയ, സോയ. അടുത്തതോ ബഹുവചനത്തിലാവുമ്പോൾ എങ്ങനെ വരണം? സോയെ.
സോയെ. അടുത്തത് സോയി. അടുത്തതോ സോയി. ഓക്കെ, നമുക്ക് ഈ എഴുതാം, അല്ലെങ്കിൽ ഈ ആ എഴുതി വള്ളി ഇടാം, ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, സോയി, സോയി, സോയി. അതുപോലെ അടുത്ത് ബൈഠ. ബൈഠിൻ്റെ നിങ്ങളൊന്ന് പറഞ്ഞേ. ബൈഠേ. അല്ല, ആദ്യം നമുക്ക് പുല്ലിംഗ ഏകവചനം എഴുതണമല്ലോ. ബൈഠ, ബൈഠ, ബൈഠേ. അടുത്തതോ ബൈഠി. അടുത്തത് ബൈഠി. ഇതുപോലെ ഓരോന്നും നമുക്ക് എഴുതാം. ഓക്കെ, അടുത്തതോ ഉഠ്. ഉഠ, ഉഠേ, ഉഠി, ഉഠീം. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അതായത് സാമാന്യ ഭൂതകാല രൂപത്തിൽ നമുക്ക് ലിംഗവചനങ്ങൾക്കനുസരിച്ച് പുല്ലിംഗ ഏകവചനം, പുല്ലിംഗ ബഹുവചൻ, സ്ത്രീലിംഗ ഏകവചൻ, സ്ത്രീലിംഗ ബഹുവചൻ, അതിനനുസരിച്ച് ആ, എ, ഈ എന്നാണ് മാറ്റം വരുന്നത്. ഇപ്പോൾ നമുക്ക് സാമാന്യ ഭൂതകാല രൂപം ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ലേ? അപ്പോൾ അതുപോലെ നിങ്ങളുടെ കൈവശം നമുക്ക് ധാരാളം ക്രിയാധാതുക്കളുണ്ടാവുമല്ലോ. നമ്മൾ ക്രിയകൾ ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ക്രിയാധാതുവിനോടുകൂടി നിങ്ങൾ ഇതുപോലെ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അതുപോലെ ആ, എ, ഈ എന്ന് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സാമാന്യ ഭൂതകാല രൂപം കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മളിപ്പോൾ പറഞ്ഞത് ലിംഗവചനങ്ങൾക്കനുസരിച്ച് ഈ രൂപങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സാമാന്യ ഭൂതകാല രൂപം കിട്ടുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ നിയമത്തിൽ പെടാത്തതായിട്ടുള്ള 5 കർമ്മങ്ങൾ വേറെയുണ്ട്, ക്രിയകൾ വേറെയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ 5 ക്രിയകൾക്ക് നമുക്ക് ഇതൊന്നും ബാധകമല്ല, ഈ നിയമങ്ങൾ ബാധകമല്ലാത്ത ക്രിയകളാണ്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കർണ. ഓക്കെ, ഇനി കർണ എഴുതി. ദേന. 3 ലേന. 4 പീന. 5-മതായിട്ട് ജാന. ഈ 5 ക്രിയകൾക്ക് നമ്മൾ ഇപ്പോൾ പറഞ്ഞ നിയമം ബാധകമല്ല. നമുക്കിതിൻ്റെ ക്രിയാധാതു എഴുതി നോക്കാം. എല്ലാത്തിൻ്റെയും നാ മാറ്റിക്കഴിഞ്ഞപ്പോൾ കർ, ദേ, ലേ, പി, ജ, ഇത്രയും ക്രിയാധാതുക്കൾ നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഈ ക്രിയാധാതുവിനെ എങ്ങനെയാണ് നമ്മൾ സാമാന്യ ഭൂതകാലത്തിലേക്ക് മാറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, അതായത് കർ എന്നുള്ളതിന് നമുക്ക് സാമാന്യ ഭൂതകാലത്തിലെ പുല്ലിംഗം ഏകവചനത്തിൽ നമുക്ക് വരുന്നത് കിയ. കണ്ടോ മാറ്റം വന്നതുണ്ടോ? കർന്നല്ലല്ലോ, അല്ലെങ്കിൽ കരാന്നല്ലല്ലോ നമ്മൾ എഴുതുന്നത്, കിയ. അടുത്തത് പുല്ലിംഗം ബഹുവചനം വരുമ്പോൾ കിയേ. അടുത്തത് കീ. അടുത്തത് കീ അല്ല, കീ ആണ് നമുക്ക് വരുന്നത് കേട്ടോ. കീ. സ്ത്രീലിംഗം ബഹുവചനത്തിൽ കീം. ഓക്കെ, മനസ്സിലായ മാറ്റം കണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ദേ എന്നുള്ളതിന് എന്താണ് മാറ്റം വരുന്നതെന്ന് നോക്കാം. ദിയ. പുല്ലിംഗ ഏകവചനത്തിൽ ദിയ വന്നു, പുല്ലിംഗ ബഹുവചനത്തിലാവുമ്പോൾ ദിയെ വന്നു. ഇനിയോ നിങ്ങൾ പറ. സ്ത്രീലിംഗ ഏകവചനത്തിൽ ദീ, ബഹുവചനാവുമ്പോൾ ദീം. ഓക്കെ, ഇനി അടുത്തത് പിന്നെ ഏതാ? ലേ. ലേയുടെയും അതുപോലെ തന്നെ ലിയ,
लिए, ली, ലീം. ഓക്കെ, ഇനി പിയോ, പി എന്നുള്ളതിന് നമുക്ക് വരുന്ന പിയ, പിയ. അടുത്തത് പറ, പിയെ, പി, പീം. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമ്മളതിൽ രൂപമാറ്റം വരുത്തി. ജ എന്ന് പറയുന്നതിന് നമുക്കവിടെ വാക്കേ മാറുകയാണ്. അതായത് ജ എന്നുള്ളതിൻ്റെ സാമാന്യ ഭൂതകാലത്തിൽ നമുക്ക് വരുന്നത് ഏതാണ്? ഗയ, ഗയ, ഗയേ, ഗയി, ഗയീം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ മനസ്സിലായോ? അതായത് 5 എണ്ണത്തിൽ മാത്രം 5 ക്രിയകൾക്ക് മാത്രം നമുക്ക് സാമാന്യ ഭൂതകാലം ഉണ്ടാക്കുന്നതിന് മറ്റ് നിയമങ്ങൾ ബാധകമല്ല. ഓക്കെ, നമുക്ക് മനസ്സിലായോ? അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഭൂതകാലിൻ്റെ 6 രൂപങ്ങളാണ്. ആ 6 രൂപങ്ങളിൽ സാമാന്യ ഭൂതകാലമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതായത് സാമാന്യ ഭൂതകാലത്തിലേക്ക് മാറ്റുന്നതിന് നമുക്കതിൽ പുല്ലിംഗ ഏകവചൻ, പുല്ലിംഗ ബഹുവചൻ, സ്ത്രീലിംഗ ഏകവചൻ, സ്ത്രീലിംഗ ബഹുവചൻ, ഇതനുസരിച്ച് ക്രിയയിൽ മാറ്റം വരും. അതുപോലെ തന്നെ ആ നിയമങ്ങൾ ബാധകമല്ലാത്തതായിട്ടുള്ള 5 ക്രിയകൾ കൂടി നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? കർ, ദേ, ലേ, പി, ജ. ഇതിന് നമുക്കെന്താണ്? നിയമങ്ങൾ ബാധകമാവുന്നില്ല. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നമുക്ക് നമ്മുടെ കൈവശമുള്ളതായിട്ടുള്ള ക്രിയാധാതുക്കളെല്ലാം ഇതേപോലെ സാമാന്യ ഭൂതകാലത്തിലൊന്നാക്കി മാറ്റി നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെയായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.